യേശുവേ ആരാധന. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 5 മുതൽ വചനങ്ങൾ. ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല. കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, കൃഷി ചെയ്യാൻ മനുഷ്യനുണ്ടായിരുന്നില്ല. എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു മൂടൽ മഞ്ഞ് ഉയർന്ന് ഭൂതലമാകെ നനച്ചു. ഭൂമിയിൽ നിന്ന് ഒരു മൂടൽ മഞ്ഞ് ഉയർന്ന് ഭൂതലമാകെ നനച്ചു. അതിനുശേഷമാണ് ഭൂമിയിൽ പുല്ലും ചെടിയും മുളച്ചതെന്നാണ് വചനം പറയുന്നത്. കർത്താവ് ഭൂമി സൃഷ്ടിക്കുമ്പോൾ ഒരു തരിശു ഭൂമി പോലെ ആയിരുന്നു. പുല്ലും ചെടിയും ആ ഭൂമിയിൽ ഉണ്ടായിരുന്നു, കൃഷി ചെയ്യാൻ മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കണത്? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഒരു മൂടൽ മഞ്ഞിങ്ങനെ ഉയർന്നു വന്നിട്ട് ആ ഭൂതലമാകെ നനയ്ക്ക്. പ്രിയപ്പെട്ടവർ, ആ മൂടൽ മഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. ലത്തീൻ കുർബാനയുടെ ക്രമത്തിൽ പരിശുദ്ധാത്മാവിനെ ഹിമകണമെന്നും തുഷാര ബിന്ദു എന്ന് തടസ്സപ്പെടുത്തി ചില വിത്തുകൾ മുളയ്ക്കാതെ നമ്മുടെ ഹൃദയത്തിൽ അത് ഇപ്പോഴും കിടപ്പുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വിത്തുകൾ മുളയ്ക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ അറിയാമോ, പരിശുദ്ധാത്മാവാകുന്ന മഴ ആ വിതയ്ക്കപ്പെട്ട വിത്തുകളെ മേലെ പെയ്യുമ്പോഴേ നമ്മുടെ ഉള്ളിലെ ദൈവവചനമാകുന്ന വിത്തുകൾ അത് പൊട്ടി മുളച്ച് അത് വേര് പിടിച്ച് അത് അഭിഷേകമായിട്ട് മാറത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ആത്മാവിൽ വിതയ്ക്കപ്പെട്ട വിത്തുകൾ ഒന്നുപോലും പാഴായി പോകാതെ അതെല്ലാം പൊട്ടിമുളയ്ക്കണം, അതെല്ലാം വേര് പിടിക്കണം, അതിൽ അഭിഷേകമായിട്ട് മാറണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവാകുന്ന മഴ നമ്മുടെ ഉള്ളിൽ വന്ന് പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഒരു വേനൽക്കാലമാണ്, ചൂടുപിടിച്ചൊരു അന്തരീക്ഷമാണ്. നല്ല ശക്തമായ മഴ പെയ്ത് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ കാണാൻ പറ്റും അതുവരെ ഇല്ലാതെ പല പുല്ലുകളൊക്കെ നമ്മുടെ പാടത്തും പറമ്പത്തും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് മുളച്ചു വരാൻ തുടങ്ങും. ആ വിത്തുകളുടെ, ആ ചെടികളുടെ, ആ പുല്ലിൻ്റെ വിത്ത് മണ്ണിൽ ഉണ്ടായിരുന്നു. അനുകൂലമായൊരു സാഹചര്യം വന്നപ്പോൾ മഴ അതിൻ്റെ മേൽ പെയ്തപ്പോൾ അതൊക്കെ പൊട്ടിമുളച്ചു, അതൊക്കെ വളരാൻ തുടങ്ങി. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവാകുന്ന മഴയും. നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട വിത്തുകളുടെ മേൽ ഈ പരിശുദ്ധാത്മാവിന് മഴ പെയ്യുമ്പോഴേ ആ ദൈവവചനം അത് പൊട്ടി മുളയ്ക്കത്തുള്ളൂ. ഹല്ലേലൂയ, യേശുവേ ആരാധന. അത് പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ ജ്വലിക്കണമേ എന്ന് വീണ്ടും നമ്മൾ കരഞ്ഞ് ദാഹിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. പരിശുദ്ധാത്മാവിനെ തീക്കനലായിട്ടാണ് നമ്മൾ പറയാറ്. തീക്കനലാണ് പരിശുദ്ധാത്മാവ്. സ്ത്രീഹന്മാരുടെ മേൽ പന്തക്കുസ്താ നാളിൽ എഴുന്നള്ളി വരാൻ വേണ്ടി പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുക്കുന്ന രൂപം അത് തീനാവുകളുടെ രൂപമാണ്. നമ്മുടെ ഉള്ളിൽ എല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് എപ്പോഴാണ്? നമ്മൾ ആദ്യമായി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് എപ്പോഴാണ്? സ്വീകരിച്ചത് ആദ്യമായിട്ട് എപ്പോഴാണ്? നമ്മുടെ മാമോദീസയുടെ സമയത്ത് ആദ്യമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വന്നത്. അത് പരിശുദ്ധാത്മാവ് തന്നെ വീടായിട്ട് നമ്മുടെ ശരീരത്തെ തിരഞ്ഞെടുത്തു. നമ്മുടെ വീടായിട്ട് പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തു. പിന്നീട് സ്ഥൈര്യലേപനം സ്വീകരിച്ചപ്പോൾ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒന്നുകൂടെ ജ്വലിപ്പിക്കപ്പെട്ടു. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത കൊണ്ട്, ഈ ലോകത്തിലെ വ്യഗ്രത കൊണ്ട്, പാപത്തിൻ്റെ സ്വാധീനങ്ങൾ കൊണ്ട് ഈ തീക്കട്ടയുടെ മേൽ പലപ്പോഴും ചാരം വന്ന് വീഴുകയും. അതുകൊണ്ട് നിരന്തരം പരിശുദ്ധാത്മാവ് അഗ്നിയെ ജ്വലിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഹല്ലേലൂയ, യേശുവേ ആരാധന. എപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ ജ്വലിക്കണത്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഒരുമിച്ച് പറയാവോ? ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഈശോയുടെ വാക്കുകൾ ആത്മാവുണ്ട്, ജീവനുണ്ട്. കർത്താവ് പറഞ്ഞ ഓരോ ദൈവവചനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ കയ്യൊപ്പുണ്ട്. ഓരോ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ പറയുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ആ വചനത്തിലുള്ള ആത്മാവ് ജീവൻ, പരിശുദ്ധാത്മാവും ജീവനും അത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം, നമ്മൾ മാമോദീസയിൽ സ്വീകരിച്ച സ്ഥൈലേപനം ജ്വലിപ്പിക്കപ്പെട്ട ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ആ തീക്കനൽ, സ്വർഗത്തിൻ്റെ തീക്കനൽ നമ്മുടെ ഉള്ളിൽ വീണ്ടും ജ്വലിക്കാൻ തുടങ്ങി. എപ്പോൾ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അത് വർദ്ധിക്കാൻ വേണ്ടി തുടങ്ങും. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 34-ാമത്തെ വചനത്തിൽ മനോഹരമായൊരു സംഭവം കാണാൻ പറ്റും. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 34-ാമത്തെ വചനം. അത് ന്യായാധിപനായി ഗിദെയോനെ ദൈവം വിളിക്കുന്ന രംഗമാണ്. ന്യായാധിപനായി ഗിദെയോനെ
ദൈവം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്ന രംഗം. ദൈവം ഗിദെയോനെ വിളിക്കുമ്പോൾ അവനൊരു പേടിത്തൊണ്ടനാണ്, അവൻ ഭീരുവാണ്. അവർ കാലഘട്ടം എല്ലാ മനുഷ്യരും അതുപോലെയാണ്, എല്ലാവരും പേടിച്ച് ജീവിക്കുന്ന കാലഘട്ടം. കാരണം ഇസ്രായേലിൻ്റെ ആ കാലഘട്ടത്തിൽ ശത്രുവാണ് മിദിയാൻകാർ. ഈ മിദിയാൻകാർ വളരെ പരുഷമായൊരു സ്വഭാവ പ്രത്യേകതയുള്ള ഒരു കൂട്ടം ആളുകളാണ്. അവർ കൊള്ളക്കാരെ പോലെ വന്ന് ഇസ്രായേലിലേക്ക് കയറി വന്ന് വെട്ടുകിളി കയറി പറഞ്ഞ പോലെ ഇസ്രായേൽ കയറി വന്ന് ഇസ്രായേൽക്കാർ കൃഷിത്തോട്ടങ്ങൾ മുഴുവൻ നശിപ്പിക്കും. അവർ കൃഷി ചെയ്ത് ഉണ്ടാക്കി വെച്ച കാര്യങ്ങളെ തട്ടിക്കൊണ്ടുപോകും. ഇവർ കാണാതെ വേണം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കി അവർ ഒളിപ്പിച്ചു വയ്ക്കുക. അങ്ങനെ മിദിയാൻകാരെ ഭയന്ന് പേടിച്ച് ജീവിക്കണ ഒരു സമയത്താണ് ദൈവം ഗിദെയോനെ വിളിക്കുന്നത്. ഗിദെയോനെ ദൈവം വിളിക്കുമ്പോൾ അവൻ്റെ അവസ്ഥ ഇതാണ്. അവൻ ഒരു മുന്തിരിച്ചക്കയിൽ ഒളിച്ചിരുന്ന് ഗോതമ്പ് മെതിക്കുമ്പോഴാണ് ദൈവം അവനെ വിളിക്കുന്നത്. അവനെ വിളിച്ചുകൊണ്ട് കർത്താവ് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്റെ കൂടെ. ധീരനും ശക്തനും ഒളിച്ചിരിക്കുന്നവനെ നോക്കി കർത്താവ് പറയാണ്: ധീരനായ മനുഷ്യ, ശക്തനായ മനുഷ്യ, കർത്താവ് നിന്റെ കൂടെ. ഹല്ലേലൂയ, യേശുവേ ആരാധന. ദൈവം അവനെ ഒരു ദൗത്യമേൽപ്പിക്കും. മിദിയാൻകാരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽക്കാരെ വീണ്ടെടുക്കുവാനുള്ള ദൗത്യം ദൈവം ഗിദെയോനെ ഏൽപ്പിക്കും. പക്ഷെ അവൻ പറയും, കർത്താവ് എനിക്കത് ചെയ്യാനുള്ള കഴിവില്ല. ഗിദെയോൻ ഇങ്ങനെ പറയും, അയ്യോ കർത്താവ്, 15-ാമത്തെ വചനം, കർത്താവ് ഇസ്രായേൽ രക്ഷിക്കാൻ എനിക്കെങ്ങനെ പറ്റും? മനാസെ ഗോത്രത്തെ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ്. എൻ്റെ വീട്ടുകാർ മുഴുവൻ പാവപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് ആയുധമൊന്നും ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ. ഞങ്ങൾ ദുർബലരായി, ഞങ്ങൾ കൂട്ടത്തിൽ എണ്ണത്തിൽ പോലും ഞങ്ങൾ കുറവാണ്. എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ്. അതുമാത്രമല്ല, എൻ്റെ കുടുംബത്തിലെ ഏറ്റവും നിസ്സാരനായ വ്യക്തിയാണ്, ഏറ്റവും ദുർബലം. എന്നെക്കൊണ്ട് വേറെ ഒന്നും, ഞാൻ തന്നെ ഒളിച്ചിരുന്നാൽ ജീവിക്കണത്, എന്നെക്കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ. കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പേടിത്തൊണ്ടനായ മനുഷ്യന് ദൈവം എങ്ങനെയാണ് ന്യായാധിപനായൊരു മനുഷ്യനാക്കി രൂപാന്തരപ്പെടുന്നു ചോദിച്ചാൽ 34-ാമത്തെ വചനം എങ്ങനെയാണ്? കർത്താവിൻ്റെ ആത്മാവ് ഗിദെയോനിൽ ആവസിച്ചു, പരിശുദ്ധാത്മാവ് ഗിദെയോനിൽ ആവസിച്ചു. അപ്പോൾ അവൻ ശക്തനായൊരു പോരാളിയായിട്ട് മാറി, അവൻ ധീരനായൊരു പോരാളിയായിട്ട് മാറി. അവൻ കുറച്ചാളുകളുടെ മാത്രം സഹായത്തോടെ പോരാടി ഇസ്രായേൽക്കാരെ മിദിയാൻകാരുടെ അടിമത്തം മോചിപ്പിക്കുന്ന രംഗം ആ വചനഭാഗം മുഴുവൻ വായിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവർ, ചിലപ്പോൾ ചില കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് പേടി ഉള്ളിലുണ്ടാവും. ചില കാര്യങ്ങളെ പറ്റി ആലോചിച്ച്, ചിലപ്പോൾ നാളെ പറ്റി ആലോചിച്ചായിരിക്കാം. ചിലപ്പോൾ വിചാരിക്കും ഒക്കെ എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പേടിക്കുന്നവരുണ്ട്. അകാരണമായ ഭയങ്ങൾ, എനിക്ക് എന്തെങ്കിലും ഗൗരവമായ രോഗങ്ങളുണ്ടോ, അത് ജീവിത പങ്കാളിയെ പറ്റി പേടി, മരിക്കുമോ എന്ന് പേടി, മക്കളെ പറ്റി ആകുല ടെൻഷൻ. ഇങ്ങനെ അകാരണമായ ഭയത്താൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിക്കാൻ അനേകം മക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനം 1-8 വാക്യം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എന്നൊരുമിച്ച് പറയാവോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ വചനത്തിന്റെ കൃപ നമ്മുടെ ഉള്ളിൽ ജ്വലിക്കാൻ വേണ്ടി സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ശക്തി പ്രാപിക്കും. ഭയപ്പെട്ടിരിക്കുന്നവർ ശക്തി പ്രാപിക്കും. ഭീരുകളായ മക്കൾ ശക്തി പ്രാപിക്കും. ആത്മവിശ്വാസമില്ലാത്തവർ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 12-ാമത്തെ വാക്യം, എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഒരുമിച്ച് പറയാം, എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് ആ സമയത്ത് നിങ്ങളെ പഠിപ്പിക്കും. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ, കുട്ടികളൊക്കെ ഈ വചനം പഠിപ്പിച്ചു കൊടുക്കണം. അവരോട് പറയണം, നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങളെ സഹായിക്കാൻ സ്വർഗം തന്ന ഒരു വ്യക്തിയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് മോനെ മോളെ നിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. നീ സഹായം ചോദിച്ചാൽ മാത്രം മതി. പരീക്ഷയുടെ സമയത്ത് ഒരു ബുദ്ധിമുട്ടുള്ള വിഷയം പഠിക്കുമ്പോൾ നീ പരിശുദ്ധാത്മാവിന്റെ സഹായം നീ ചോദിക്കണം. നീ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മൾ ആരും ഒറ്റയ്ക്കല്ലെന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മുടെ കൂടെ സ്വർഗം തന്ന ഒരു സഹായകനുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഇതിനെപ്പറ്റി, ഈ ഒരു കാര്യത്തെപ്പറ്റി വലിയ ബോധ്യമൊന്നുമില്ലേ? അത് മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കുക എന്നുള്ളത് മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ജോഷുവയുടെ കർത്താവ് പറയുന്നുണ്ട്, ജോഷുവയുടെ പുസ്തകം 1-9 വാക്യം, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ടില്ലയോ? നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ, നീ പോകുന്നിടത്തൊക്കെ നിന്റെ കൂടെ ഉണ്ടാവും. ഒരുമിച്ച് പറയാം, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ? നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ, നീ പോകുന്നിടത്തൊക്കെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ പോകുന്നിടത്തൊക്കെ
കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരു ദൈവ പൈതലിൽ ദൈവം ഉറപ്പു തരുന്നൊരു കാര്യമാണ് കർത്താവിൻ്റെ നിരന്തരമായ സാന്നിധ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് നമ്മെ കരങ്ങളിൽ സൂക്ഷിക്കുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം, നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവം അവരെ സമീപിക്കുകയില്ല. ഒരുമിച്ച് പറയാവോ? നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവം അവരെ സമീപിക്കുകയില്ല. ഹല്ലേലൂയ, യേശുവേ ആരാധന. എന്നാൽ പ്രിയപ്പെട്ടവർ, ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വേണം. കർത്താവ് നമ്മുടെ കൂടെയുള്ളൊരു ബോധ്യം കിട്ടണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ആർക്കും ഈശോ ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുക സാധ്യമല്ല. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോഴേ ഈശോ എന്ന് പറയാൻ പോലും പറ്റത്തുള്ളൂ. നമ്മൾ ഈ ആരാധന സമയത്ത് ഏക ശുശ്രൂഷകളിൽ പലവട്ടം ഈശോ ഈശോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു കാരണമുണ്ട്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ സ്വർഗത്തിലെ അപ്പനെ, സ്വർഗസ്ഥനായ പിതാവിനെ, ദൈവത്തെ നമ്മൾ ആബാ പിതാവിനെ വിളിക്കാൻ നമ്മളെ പഠിപ്പിക്കണം, പ്രേരിപ്പിക്കണം. അത് നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈശോയിലേക്ക് ഒരു മനുഷ്യാത്മാവിനെ വലിച്ചടുപ്പിക്കണത് അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഈശോയിലേക്ക് ഒരു മനുഷ്യാത്മാവിനെ വലിച്ചടുപ്പിക്കുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഈശോയുടെ സ്നേഹം മനസ്സിലാക്കുക, ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുക, ഒരു ദൈവ മകനെ, ഒരു ദൈവ മകളെ പ്രാപ്തനാക്കുന്നത് അത് പരിശുദ്ധാത്മാവത്രേ. ഹല്ലേലൂയ. അതുകൊണ്ട് റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം പറയണത്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നതിന് തോന്നൽ, ഒരു വിശ്വാസം, ഒരു അനുഭവം നൽകണം, അത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നഷ്ടപ്പെടുമ്പോഴോ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും, ദൈവത്തിന് എന്നോട് സ്നേഹമില്ല, ദൈവത്തിന് എന്നോട് വെറുപ്പാണ്, ദൈവം സ്നേഹിക്കാൻ മാത്രം യോഗ്യത വിശുദ്ധി ഒന്നും എനിക്കില്ല. അനേകം പേര് ചിന്തിക്കും. എപ്പോഴാണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിൽ മാറിപ്പോകുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം എന്താ പറയണത്? ജ്ഞാനത്തിൻ്റെ പുസ്തകം 11:24, അവിടുന്ന് എല്ലാവരെയും സ്നേഹിക്കുന്നു, അവിടത്തേക്ക് ആരെയും വെറുക്കുക സാധ്യമല്ല. അവിടുന്ന് വെറുത്തിരുന്നെങ്കിൽ നിന്നെ സൃഷ്ടിക്കുമായിരുന്നു പോലുമില്ല. അവിടുന്ന് വെറുത്തിരുന്നെങ്കിൽ അവിടുന്ന് നിന്നെ സൃഷ്ടിക്കുമായിരുന്നു പോലും. ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തെ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന.